ബംഗളൂരു നഗരത്തിൽ ഉഗ്ര സ്ഫോടനത്തിനൊരുങ്ങി മത തീവ്രവാദികളും. IS-ന് വേണ്ടി കേരളത്തിൽ സ്ഫോടനം നടത്താൻ തൃശ്ശൂർക്കാരനും. കേരളമേ ഉണരുക. ഇന്ത്യയെ തകർത്തെറിയാൻ വീണ്ടും ഭീകരാക്രമണത്തിന് കളമൊരുക്കുകയാണ് മത തീവ്രവാദികൾ. കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തോടനുബന്ധിച്ച് രാജ്യമൊട്ടുക്കും സമ്പൂർണ്ണ ദുഃഖാചരണത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ബംഗളൂരു നഗരത്തിൽ അതിശക്തമായ സ്ഫോടനം നടത്താൻ പദ്ധതി ആസൂത്രണം ചെയ്ത 5 മത തീവ്രവാദികളെ സ്ഫോടക വസ്തുക്കൾ അടക്കം സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. അതേ സമയത്ത് തന്നെ ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിനു വേണ്ടി ഫണ്ട് ശേഖരണം നടത്തിയ കുറ്റത്തിന് അറസ്റ്റിലായ തൃശൂർ സ്വദേശിയും കൂട്ടരും കേരളത്തിൽ വൻ ഭീകര ആക്രമണ പദ്ധതി ആസൂത്രണം ചെയ്തു എന്ന NIA വെളിപ്പെടുത്തൽ അത്യന്തം നടുക്കത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കേട്ടത്. ജുനൈദ്, സൊഹൈൽ, ഉമർ, മുദസ്സിൽ, ജാഹിദ് എന്നിവരാണ് ബാംഗ്ലൂരു നഗരത്തെ തച്ചു തകർക്കാനുള്ള ഭീകര ശ്രമത്തിനിടെ പോലീസ് പിടിയിലായത്. ബംഗളൂരുവിൽ സ്ഫോടനം നടത്തുവാനുള്ള നീക്കത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ച കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഭീകരന്മാരെ തന്ത്രപരമായി കുടുക്കുകയായിരുന്നു. ഇവർ 6 വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിലും പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ആ കേസിൽ ജയിലിൽ കഴിയുമ്പോഴാണ് ഇവർ ഭീകരവാദികളുമായി ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കുന്നതിനും ആവശ്യമായ പരിശീലനങ്ങൾ ഇവർക്ക് ലഭിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. വേറെ 5 പേർ കൂടി ഈ ഭീകരകൃത്യത്തിൽ പങ്കാളികളാണെന്ന് വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അവർക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. IS-ന് വേണ്ടി ഫണ്ട് ശേഖരണം നടത്തിയതിന് NIA-യുടെ പിടിയിലായത് തൃശൂർ സ്വദേശി ആഷിഫാണ്. ഒരു കാലത്ത് കാട്ടുകള്ളൻ വീരപ്പന്റെ ഒളിസങ്കേതമായിരുന്ന തമിഴ്നാട്ടിലെ സത്യമംഗലം കാട്ടിൽ നിന്നാണ് NIA ഇയാളെ പിടികൂടിയത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ രാജ്യവിരുദ്ധ ചിന്തകൾ പേറുന്ന തൽപര കക്ഷികളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി പണപ്പിരിവ് നടത്തുകയായിരുന്നു ഇയാൾ. IS-ന് വേണ്ടി പണപ്പിരിവ് നടത്തുന്ന സംഘങ്ങളിലെ മുഖ്യ കണ്ണിയാണ് ഇയാളെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേരളത്തിൽ ഇസ്ലാമിക സ്റ്റേറ്റിന് ശക്തമായ സ്വാധീനമുണ്ടെന്ന സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ NIA കേരളത്തിൽ കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഫണ്ട് ശേഖരണത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. IS ഭീകരന്മാരിലെ മലയാളികളായ ചിലർ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലേക്ക് കടന്നുവന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം ഈ സംസ്ഥാനങ്ങളിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ആഷിഫ് അറസ്റ്റിലാകുന്നത്. തുടർന്നാണ് ആഷിഫിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ആഷിഫും മറ്റ് 2 പേരും കേരളത്തിൽ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടു എന്ന് വ്യക്തമായത്. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും കേരള സർക്കാർ ഉണർന്നിട്ടില്ല എന്നതാണ് കേരളത്തെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമായ ഈ കാലത്ത് അതിനെ വെല്ലുന്ന തരത്തിൽ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് തുരങ്കം വെക്കുന്ന മത തീവ്രവാദികൾ രാജ്യസുരക്ഷയെ ശിഥിലമാക്കി ഇന്ത്യയിലെ വിലപ്പെട്ട ജീവനുകൾക്ക് വില പറയുന്ന ഭീകര അന്തരീക്ഷം ശമനമില്ലാതെ തുടരുമ്പോൾ ആസൂത്രണം കേരളത്തിൽ നിന്നാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരാറുള്ളത്. എന്നാൽ ആസൂത്രണം മാത്രമല്ല, നടപ്പാക്കുവാൻ ശ്രമിക്കുന്നതും കേരളത്തിലാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.